പത്തനംതിട്ട ജില്ലയിലെ CPIMൽ വൻ പൊട്ടിത്തെറിയാണ്. അതായത് വലിയ തോതിൽ പുറത്തുള്ളവരെ CPIM പ്രൊമോഷൻ നൽകി ഉയർന്ന തലത്തിലേക്ക് ഒക്കെ സ്ഥാനക്കയറ്റം നൽകുന്നു. എന്നാൽ വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു രീതിയിലും അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ ജില്ലാ കമ്മിറ്റിയിൽ രൂപീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയ വിഷയം. നിരവധിയായ ഏരിയ കമ്മിറ്റികളിൽ തമ്മിൽ തല്ല് അതിരൂക്ഷമായി തുടരുകയാണ്. നമുക്കറിയാം, മല്ലപ്പള്ളിയിലും അതുപോലെ തന്നെ അടൂരിലുമൊക്കെ വലിയ തോതിൽ തമ്മിൽ തല്ല് അതിരൂക്ഷമായിരുന്നു. ഏറ്റവും ഒടുവിൽ രാജു എബ്രഹാം CPIM വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് വരെ ഒരു ഘട്ടത്തിൽ CPIM ഭയന്നിരുന്നു. അതിന് കാരണമായത് TM തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ രാജു എബ്രഹാമാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നതെന്നും രാജു എബ്രഹാം എതിരാളികളിൽ നിന്നും പണം കൈപ്പറ്റി എന്നുള്ള ആരോപണം അതിശക്തമായി നിന്നിരുന്നു. അതായത് ആന്റോ ആന്റണി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണയും മിന്നുന്ന വിജയമാണ് പത്തനംതിട്ട ലോക്സഭയിൽ നേടിയത്. CPIMന് വേണ്ടി TM തോമസ് ഐസക്കാണ് മത്സരിച്ചതെങ്കിൽ പോലും വലിയ പരാജയമാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത്. രാജു എബ്രഹാം തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ്. എന്നാൽ തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രഖ്യാപിച്ചത്, പരസ്യമായി തന്നെ പ്രഖ്യാപിക്കാൻ നിന്നത് KP ഉദയഭാനു എന്ന പത്തനംതിട്ടയിലെ CPIM ജില്ലാ സെക്രട്ടറി തന്നെയാണ്. പുറത്തു നിന്നുള്ളവരെ, അതായത് ജില്ലയിൽ നിന്ന് പുറത്തുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ വർഷങ്ങളായി പത്തനംതിട്ടയിൽ മത്സരിക്കാൻ കൃത്യമായി തയ്യാറെടുത്ത് നിൽക്കുന്നവരോടുള്ള അവഹേളനയാണ് എന്ന് തുറന്നടിക്കാൻ അദ്ദേഹത്തിന് ഒരു വിഷമവുമില്ല. ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെ നവീൻ ബാബു കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് CPIM നടത്തുന്ന ഇരട്ടത്താപ്പിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ചവരിൽ മുൻപന്തിയിലാണ് KP ഉദയഭാനു എന്ന് ഓർക്കണം. CPIMലെ ഈ നാറിയ രാഷ്ട്രീയ കളികളെ എല്ലാം പൊളിച്ചെടുക്കാൻ KP ഉദയഭാനുവിന് ഒരു മടിയുമില്ല. ഇടം വലം നോക്കാതെ നിർലോഭം ശക്തമായ നടപടിയെടുക്കാൻ KP ഉദയഭാനുവിനുള്ള കഴിവ് അസാധ്യമാണ്. പല ജില്ലാ സെക്രട്ടറിമാരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു ജില്ലാ സെക്രട്ടറിയാണ് KP ഉദയഭാനു. പിണറായി വിജയൻ്റെ ഗ്രൂപ്പ് പോലുമല്ല. എന്നിട്ടും പത്തനംതിട്ടയിൽ ഉദയഭാനുവിന് എന്തുകൊണ്ട് ഇത്രയധികം ആധിപത്യമെന്ന് ചോദിച്ചാൽ, ഉദയഭാനുവിനെ നിരവധിയായ ഏരിയ കമ്മിറ്റികൾ അക്ഷരാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. TM തോമസ് ഐസക് കൃത്യമായി തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ഉദയഭാനുവിനെ മാറ്റണമെന്ന് രഹസ്യമായി പറഞ്ഞിരുന്നു എന്ന റിപ്പോർട്ടുകൾ കൃത്യമായി ഉണ്ടായിരുന്നു. എന്നിട്ടും ഉദയഭാനുവിനെ മാറ്റാൻ ആരും ധൈര്യപ്പെടുന്നില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ കോന്നിയിലെ ഇപ്പോഴത്തെ MLA ആയ ജനീഷ് കുമാർ അടക്കമുള്ളവർ അതിശക്തമായി ആ തീരുമാനത്തെ എതിർക്കും. ജനീഷ് കുമാർ അടക്കമുള്ള നിരവധി നേതാക്കൾക്ക് ഉദയഭാനു എന്നത് ഒരു മികച്ച നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉദയഭാനു ഇപ്പോഴും ശക്തമായി തന്നെ നിൽക്കുന്നത്. എന്നാൽ തോമസ് ഐസക് CPIM വിടാനൊരുങ്ങുന്നു എന്ന വാർത്ത വന്നതോടുകൂടി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പുതിയ തലത്തിൽ നടക്കുകയാണ്. രാജു എബ്രഹാമും KP ഉദയഭാനുവും തമ്മിൽ നല്ല രീതിയിലുള്ള സ്വരച്ചേർച്ചയിലായിരുന്നു. കഴിഞ്ഞ തവണ രാജു എബ്രഹാമിന് റാന്നി സീറ്റ് നൽകാത്തത് ഉദയഭാനു അതിശക്തമായി CPIMനെ നഖശികാന്തം എതിർത്തിരുന്നു. റാന്നി സീറ്റ് പകരമായി പെട്ടെന്ന് CPIMൽ പറ്റിക്കൂടിയ ജോസ് കെ മാണി ഗ്രൂപ്പിന് കൊടുത്തത്, അതായത് പ്രമോദ് നാരായണാണ് ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റിംഗ് MLA. കഷ്ടിച്ചാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പോലും രാജു എബ്രഹാം വലിയ കളികൾ കളിച്ചു എന്ന് വലിയ ആരോപണം കേരള കോൺഗ്രസ് M നടത്തിയപ്പോൾ അതിന് ഔദ്യോഗിക പക്ഷം കൂട്ടുനിൽക്കുകയും ചെയ്തു. അതാണിപ്പോൾ കൃത്യമായി ഉദയഭാനുവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്.